മലപ്പുറം ജില്ലയിലെ താനൂരിലെ പൂരപ്പുഴയിൽ നാടിനെ നടുക്കിയ ബോട്ടപകടം നടക്കുന്നത് 2023 മെയ് 7-നാണ്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടായിരിക്കും. ബോട്ട് നിർമ്മാണത്തിലുള്ള അപാകതയും അനുവദനീയമായതിൽ കൂടുതൽ സഞ്ചാരികളെ കുത്തിക്കയറ്റിയതും ഉൾപ്പെടെ നിരവധി നിയമലംഘനങ്ങളുടെ വിവരങ്ങളാണ് അന്നു തന്നെ പുറത്തു വന്നത്. കേരളത്തെ ആകെ ഞെട്ടിച്ച അപകടം നടന്ന ആ ദിവസം എന്താണ് സംഭവിച്ചത്? നമുക്കത് നോക്കാം. 2023 മെയ് മാസം 7-ാം തീയതി സന്ധ്യക്കാണ് താനൂരിലെ തൂവൽത്തീരം ബീച്ചിനടുത്തുള്ള പൂരപ്പുഴയിൽ 37ഓളം സഞ്ചാരികളുമായി അറ്റ്ലാന്റിക് ബോട്ട് ഉല്ലാസയാത്ര തുടങ്ങുന്നത്. യാത്ര തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബോട്ട് പുഴയിലേക്ക് മറിഞ്ഞു. വിവരമറിഞ്ഞ് ഓടിയെത്തിയ പ്രദേശവാസികൾ വളരെ വേഗം രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അഗ്നിരക്ഷാസേനയും നാവികസേനയും കോസ്റ്റ് ഗാർഡും അവർക്കൊപ്പം ചേർന്നു. എത്ര പേർ ബോട്ടിലുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്തതിനാൽ രക്ഷാപ്രവർത്തനം ശ്രമകരമായിരുന്നു. മരണസംഖ്യ വളരെ വേഗത്തിൽ ഉയർന്നു. 22 പേർക്കാണ് താനൂരിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാതിരുന്ന അറ്റ്ലാന്റിക് ബോട്ടിൽ 37 യാത്രക്കാരുണ്ടായിരുന്നു. എന്നാൽ അത്രയും പേർക്ക് വേണ്ട ലൈഫ് ജാക്കറ്റുകൾ ബോട്ടിൽ ഉണ്ടായിരുന്നില്ല. പോലീസ് ബോട്ടുടമയുടെ പേരിൽ നരഹത്യക്ക് കേസെടുത്തു. മീൻപിടുത്ത ബോട്ടിനെ രൂപമാറ്റം വരുത്തി ഉല്ലാസ ബോട്ടാക്കി മാറ്റിയതും അനുവദനീയമായതിലുമധികം യാത്രക്കാർ കയറിയതും അപകടത്തിന്റെ ആക്കം കൂട്ടി. അപകടം നടന്ന 3 ദിവസത്തിനുള്ളിൽ തന്നെ സംഭവം അന്വേഷിക്കാൻ കേരള സർക്കാർ ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷനെ നിയോഗിച്ചു. വിശദമായ ഹിയറിംഗ് നടത്തിയ കമ്മീഷൻ 103 സാക്ഷികളുടെ മൊഴിയെടുത്തു. എന്നാൽ ഇതുവരെ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നിട്ടില്ല. ഇതിനിടെയാണ് അനുമതിയില്ലാതെ നിർമ്മിച്ച ബോട്ടിന് ലൈസൻസ് നൽകാൻ മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ ഓഫീസ് ഇടപെട്ടു എന്ന വിവരങ്ങളും പുറത്തുവരുന്നത്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.